2015 ശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ട് തുടങ്ങുന്നത്. 2010-15 കാലത്ത് UDFന് 40 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2015 സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾക്കൊപ്പം BJP ശക്തി പ്രാപിച്ചതോടെ കോൺഗ്രസിന് കാലിടറി. 21 സീറ്റുകളുമായി കോർപ്പറേഷനിൽ ആദ്യമായി UDF മൂന്നാമതായി. അതിശക്തമായ ത്രികോണ മത്സരം നടന്ന ആ വർഷം BJPക്ക് ലഭിച്ചത് 35 സീറ്റുകളാണ്. LDF 43 സീറ്റുകളുമായി ഭരണം ഉറപ്പാക്കി. 2020 കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമായി. LDF 51 BJP 34 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് വെറും 10 സീറ്റുകൾ. 2015 വരെ കോർപ്പറേഷനിൽ വലിയ ശക്തിയല്ലാതിരുന്ന BJP സ്വന്തം പാർട്ടി അണികളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലാണ് മുന്നോട്ടെത്തിയത്. 2010 6 സീറ്റിൽ നിന്നാണ് 2015 BJP 34 സീറ്റിലേക്ക് എത്തുന്നത്. കേരളത്തിൽ നിയമസഭയിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നത് തിരുവനന്തപുരത്ത് നേമത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ തൃശൂർ സീറ്റ് സ്വന്തമാക്കിയ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തി തെളിയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ BJP ഏറ്റവും പ്രതീക്ഷ വെക്കുന്നത് തിരുവനന്തപുരത്താണ്. ഒരു NDA മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ R ശ്രീലേഖയെയാണ് മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവും അത്ലറ്റുമായ പത്മിനി തോമസ്, നിലവിലെ കൗൺസിലറും മുതിർന്ന നേതാവുമായ VV രാജേഷ് എന്നിവരും BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്.